ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു ഏരിയ നോക്കാം, കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ഏരിയകളായിട്ടുള്ള പോളിമർ കെമിസ്ട്രി, അതുപോലെ തന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is least ionic? Option A, AgCl, B, potassium chloride, C, barium chloride, D, carbonyl chloride, COCl2. Answer option A, AgCl. Reason, alkali metal and alkaline earth metal salts are strongly ionic. Next question, which of the following pair contains isostructural species? Question ശ്രദ്ധിക്കണം, ഐസോസ്ട്രക്ചറൽ ആണ്, സെയിം സ്ട്രക്ചർ വരുന്നത്. ഓപ്ഷൻ എ CH3 മൈനസ് ആൻഡ് CH3 പ്ലസ്, ബി NH4 പ്ലസ് ആൻഡ് NH3, സി SO4 2 minus and BF4 minus, D NH2 minus and BeF2. Answer option C, SO4 2 minus and BF4 minus. ഇത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഐസോസ്ട്രക്ചറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം. അത് ഈ പെയറിൽ ഏതിനാണോ സിമിലാരിറ്റീസ് ഉള്ളത് അതായിരിക്കും സെയിം സ്ട്രക്ചർ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് സ്ട്രക്ചറാണ് പറയുന്നത്, SO4 2 മൈനസും BF4 മൈനസും. അപ്പം SO4 2 മൈനസിൽ സെൻട്രൽ ആറ്റം സൾഫറാണ്, അതിൻ്റെ വാലൻസ് ഇലക്ട്രോണിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. പിന്നെ അതിൽ 2 ആനിയോണും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൾഫറിൽ ടോട്ടൽ SO4 2 മൈനസിൽ 8 ഇലക്ട്രോൺ, ടോട്ടൽ ഇലക്ട്രോൺ 8 വരും. ഇനി നമുക്കറിയാം ഓക്സിജൻ എന്താണ്, ഡൈവാലൻ്റ് ആറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 4 ബോണ്ട് പെയർ ഓക്സിജൻ ആറ്റം ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് 8 ഇലക്ട്രോണിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ബോണ്ട് പെയർ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും, sp3. ഇനി BF4 മൈനസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ആറ്റം ബോറോൺ ആണ്, വാലൻസ് ഇലക്ട്രോണിൽ 3 ആണ് വരുന്നത്, പക്ഷെ ഒരു ആനിയോൺ അവിടെ പ്രസൻ്റ് ആയതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4 ആയിരിക്കും. ഇവിടെ ഫ്ലൂറിൻ എന്താണ്, മോണോവാലൻ്റ് ആറ്റാണ്, അതുകൊണ്ട് അത് 4 ബോണ്ട് പെയർ ആണ് വരുന്നത്. 4 ബോണ്ട് പെയറിൽ ഫ്ലൂറിൻ എന്ത് ചെയ്യും, 4 ഇലക്ട്രോണിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും, sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. Another one, which of the following will be octahedral? Option A, SF6, B, BF4 minus, C, PCl5, D, BO33 minus. Answer option A, SF6. അപ്പോൾ ഇതിലും നമ്മൾ എന്താണ്, ഹൈബ്രിഡൈസേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സൾഫറിൽ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്, 6 ആണ്. അപ്പോൾ 6 ഫ്ലൂറിൻ ആറ്റം 6 ബോണ്ട് പെയർ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും, sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. sp3d2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ionic bond formation is favored by option A, high ionization energy of cations, B, low electron affinity of anion, C, large amount of lattice energy, D, small amount of lattice energy. Answer option C, large amount of lattice energy. Reason, greater the Coulombic attraction among ions, greater would be the evolution of energy, that is lattice energy. Next one, which of the following forces between atoms or ions or molecule is the strongest? Option A, ionic bond, B,
ion dipole, C. Dipole dipole, D. London dispersive. Answer option A, ionic bond. Ionic bond is the strongest force. Another one, ice has an open structure compared to water due to which it floats on water and occupies a greater volume of space. The open structure of ice is due to A. Solid state of ice, B. Its low density, C. Crystalline nature, D. Hydrogen bonding. Answer option D, hydrogen bonding. Reason, because of hydrogen bonding, volume of ice greater than volume of water. Next question, which is not characteristic of pi bond? Option A, pi bond is formed when a sigma bond already exists. B, pi bonds are formed from hybrid orbitals. C, pi bond may be formed by the overlapping of p and or d orbitals. D, pi bond result from lateral overlap of atomic orbitals. Answer option B, pi bonds are formed from hybrid orbitals. Reason, hybrid orbitals never form pi bonds. Next question, which is highest melting halide? Option A, NaCl, option B, NaBr, option C, NaF, option D, NaI. Answer option C, sodium fluoride. Reason, fluorine is smallest ion among all and so it is least polarized. NaF is more ionic and hence has highest melting point. Next question, van der Waals forces are maximum in option A, lithium bromide, option B, lithium chloride, option C, silver bromide, D, hydrogen bromide. Answer option C, silver bromide. Reason, the lattice energy of silver bromide is higher. Next question, which pair will form the most stable ionic bond? Option A, fluorine and chlorine, B, lithium and fluorine, C, magnesium and sodium, D, sodium and fluorine. Answer option D, sodium and fluorine. Reason, sodium is more electropositive than lithium and fluorine is the most electronegative element in the periodic table. Another one, which of the following will be octahedral? Option A, SF6, B,